എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാമൊക്കെ ഹബീബായ പൊന്നുമുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടാണ് നബിദിന റാലിയും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളൊക്കെ നൽകിയത്. അതുപോലെ തന്നെ മൗലിദ് മജ്‌ലിസുകൾ, മൗലിദ് സദസ്സുകളിലേക്കൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതും ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. അതുപോലെ തന്നെ ചീരണി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലാവരുടെയും ചീരണി ഒത്തൊരുമിച്ച് നല്ലൊരു ചീരണിയായി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. അതും ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടാണ്. എന്നാൽ ഹബീബായ പൊന്നുമുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. അഥവാ എല്ലാവരെക്കാളും മുത്തുനബിയോട് സ്നേഹം വേണം. സ്വന്തം മക്കളോട്, സ്വന്തം ഭാര്യമാരോട്, സ്വന്തം ഉമ്മ ഉപ്പ അവരോടൊക്കെ നമ്മളോടുള്ള സ്നേഹം എത്ര മാത്രമാണോ അതിനേക്കാളും ഇരട്ടി ഹബീബായ തങ്ങളോട് സ്നേഹം വേണമെന്നാണ് ഹബീബായ പൊന്നുമുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ഈമാൻ വിശ്വാസം പരിപൂർണമാവുകയുള്ളൂ. അതല്ലാത്ത കാലത്തോളം നമ്മുടെ വിശ്വാസം പരിപൂർണമാവുന്നില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, എത്രയെത്ര റബീഉൽ അവ്വൽ 12 നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി, എത്രയെത്ര റബീഉൽ അവ്വൽ മാസങ്ങൾ നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി. എന്നാൽ നെഞ്ചത്ത് കൈവച്ചെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുക. കഴിഞ്ഞ വർഷത്തെ റബീഉൽ അവ്വലിൽ നേടിയെടുത്ത ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് അതിനുശേഷം അത് ആ രൂപത്തിൽ തന്നെ നിലനിന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചിട്ടുണ്ടോ? ഇതാ റബീഉൽ അവ്വൽ വീണ്ടും നമുക്ക് സമാഗതമായിരിക്കുകയാണ്. റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇനി അങ്ങോട്ട് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് എന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഊട്ടിയുറപ്പിക്കണം. അതിനുള്ളൊരു അവസരമായിരിക്കണം ഈ റബീഉൽ അവ്വൽ. ആ നിലക്കാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഒരുപാട് മൗലിദിന്റെ സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുന്നു. ഇതൊക്കെ നമുക്ക് ഊർജ്ജമാകണം. ഇനി അങ്ങോട്ട് ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് എന്റെ ഖൽബിൽ ഉണ്ടാകണം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളോട് മഹബത്ത് 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 എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പൊന്നുമുത്ത് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഖുൽ നബിയേ എന്ന് പറഞ്ഞു കൊടുക്കുക, ലോകത്തിന് മുമ്പാകെ എന്ന് പറഞ്ഞു കൊടുക്കുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹു തആലയോട് പ്രേമമുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾക്ക് മഹബത്തുണ്ടോ എങ്കിൽ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം, നിങ്ങൾ എന്നെ അനുധാവനം ചെയ്യണം, നിങ്ങൾ എന്നെ അനുകരിക്കണം. എന്നാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? അല്ലാഹു തആലയുടെ മഹബത്ത് കിട്ടണോ, എന്നെ
നിങ്ങൾ ഫോളോ ചെയ്യണം. എന്നെ ഫോളോ ചെയ്താൽ മാത്രമേ എന്നോടുള്ള മഹബത്ത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്നെ സ്നേഹിച്ചാൽ മാത്രമേ അല്ലാഹു തആലയോടുള്ള മഹബത്ത് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് എന്താണെന്ന് വെച്ചാൽ നമ്പർ 1 ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ മുറുകെ പിടിക്കലാണ്. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ നേടിയെടുത്ത ഊർജ്ജം, അതിൽ ഒന്നാമത്തെ ഊർജ്ജമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ഹബീബായ തങ്ങള് ജീവിതത്തിൽ കാണിച്ചു തന്ന, ഹബീബായ തങ്ങളെ പഠിപ്പിച്ചു തന്ന ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകൾ മുറുകെ പിടിക്കല. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെ ജീവിതത്തിലും ഹബീബായ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കണം. എത്ര സുന്നത്തുകളാണുള്ളത്. ആ സുന്നത്തുകൾ ഒരാളെ മുറുകെ പിടിക്കുന്നവോ ഹബീബായ തങ്ങളോട് അയാൾക്ക് മഹബത്തുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായി വേണ്ടത് ഹബീബായ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കലാണ്. നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കേണ്ടതാണ്. തങ്ങളെ തന്നെ പഠിപ്പിച്ചില്ലേ, അവസാന കാലത്ത് ആരെങ്കിലും എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ഫലഹു അജ്റു മിഅത്തി ശഹീദ്, 100 ശഹീദിന്റെ പ്രതിഫലമാണ് ആ വ്യക്തിക്കുള്ളത്. എന്തിനാണ് അത്രയും ഓഫറുകൾ നൽകാനുള്ള കാരണം? അവസാന കാലത്ത് സുന്നത്തിനോടുള്ള സ്നേഹങ്ങളൊക്കെ കുറഞ്ഞു പോകും. സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ആളുകൾ കുറഞ്ഞു പോകും. ആ സമയത്ത് ആരെങ്കിലും സുന്നത്ത് മുറുകെ പിടിച്ചാൽ അവൻ അല്ലാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്തത് ഫലഹു അജ്റു മിഅത്തി ശഹീദ്, 100 ശഹീദിന്റെ പ്രതിഫലമാണ്. ശഹീദിന്റെ പ്രതിഫലത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു ശഹീദിന്റെ പ്രതിഫലം തന്നെ കണക്കാക്കിയാൽ ഒരുപാട് പ്രതിഫലമാണ്. അങ്ങനെ 100 ശഹീദിന്റെ പ്രതിഫലമാണ് സുന്നത്ത് മുറുകെ പിടിച്ചാൽ. ദർസ് നടത്തുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയാണ്. ഒരു ദർസിന് നാട്ടിൽ അവസരം ഉണ്ടാക്കുക എന്ന് പറയുന്നതും തിരുസുന്നത്താണ്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാർക്ക് അതിന് തൗഫീഖ് ലഭിച്ചു. അത് നിലനിന്നു കിട്ടണം. ഖിയാമത്ത് നാൾ വരെ ഈ ദർസ് നീ നിലനിർത്തണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ തുടങ്ങി വെച്ചതാണ് ദർസ്. ആ ദർസ് നമ്മൾ മുറുകെ പിടിക്കുമ്പോ, അതിനുവേണ്ടി സഹായിക്കുമ്പോ, അതിനുവേണ്ടി സഹകരിക്കുമ്പോ, ആ മുത്തലിമുകൾക്ക് ഭക്ഷണം നൽകുമ്പോ, അവർക്ക് വസ്ത്രം നൽകുമ്പോ, അവർക്ക് കിതാബുകൾ നൽകുമ്പോ, അത് ഹബീബായ തങ്ങളുടെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാ, ആ തിരുചര്യ സ്നേഹിച്ചുകൊണ്ടാ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സ്വഹാബത്തിന്റെ സ്നേഹം കേൾക്കണോ? സ്വഹാബത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സ്നേഹത്തിന്റെ അയലത്ത് പോലും എത്തൂല. നിങ്ങൾ നോക്ക്, അംർ ഇബ്നു അസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹ്. അംർ ഇബ്നു അസ് പറയുന്നു, ഹബീബായ തങ്ങളെക്കാൾ എനിക്കൊരാളും ഇഷ്ടപ്പെട്ട ഒരാളും ഇല്ല. അവരൊക്കെ പറയുന്നത് വെറും വാക്കുകളെ കൊണ്ടല്ല, മനസ്സിന്റെ
അകത്തളങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇനി ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടോ, തന്റെ ശരീരം മൊത്തം ദീനിന് വേണ്ടി ചെലവഴിച്ച മഹാനാണ്. അല്ലാഹു തആലയുടെ ദീനിന് വേണ്ടി ചെലവഴിച്ച മഹാൻ. ഹബീബായ തങ്ങൾ എന്താണ് പറയുന്നത്? ആ സമയം തന്നെ അത് ചെയ്യാൻ മുമ്പന്തിയിലുള്ള മഹാനാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി തങ്ങളെ ആ സ്വഹാബിയുടെ പേര് സൈഫുല്ലാഹ്, അല്ലാഹു തആലയുടെ വാൾ എന്നാണ് പേരിട്ടത്. ചില്ലറ പേരല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പേരിടാനുള്ള കാരണം? മഹാനവറുകൾ മരണസമയത്ത് പറയുന്നു, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ ധാരാളം പോർക്കളത്തിൽ പങ്കെടുത്തവരാ, പക്ഷേ എന്റെ ശരീരത്തില് ഒരു വിരലിന്റെ സ്ഥാനം ഉണ്ടെങ്കിൽ ആ വിരലിന്റെ സ്ഥാനത്ത് വാള് തറച്ചു പോയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അമ്പ് തറച്ചു പോയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കുന്തം കയറിയിട്ടുണ്ട് കേട്ടോ. ശരീരത്തിൽ ഏത് ഭാഗം നോക്കിയാലും ആ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ ഒരു ലേശം പോലും സ്ഥലം, അതേ അമ്പെയ്ത സ്ഥലമല്ലാതെയില്ല, വാള് തറച്ച സ്ഥലമല്ലാതെയില്ല, കുന്തം തറച്ച സ്ഥലമല്ലാതെയില്ല. തന്റെ ശരീരം മൊത്തമായി ഹബീബായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചു പോയി. അതാ ദീനിന് വേണ്ടി സമർപ്പിച്ചു പോയി. അവസാനം മഹാനവറുകൾ പറയുന്നു, ഇതാ ഞാനിവിടെ മരണത്തിന് വേണ്ടി കിടക്കുകയാണ്. ഒട്ടകം മരിക്കാൻ കിടക്കുന്നത് പോലെ ഞാൻ മരിക്കാൻ കിടക്കുകയാ. എന്റെ കണ്ണുകൾ ഉറങ്ങിയിട്ടില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, പറഞ്ഞു വന്നത് ആ രൂപത്തിൽ ദീനിന് വേണ്ടി സ്വന്തം ശരീരം പോലും സമർപ്പിച്ചവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ അയലത്ത് പോലും നമുക്കെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ മുഅ്മിനുകളെ, ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുൻപന്തിയിലാകണം. അത് നമുക്ക് നിലനിർത്തണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹബത്ത് കേൾക്കണോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, അലി റളിയല്ലാഹു തആല അൻഹു പ്രസംഗിക്കുകയാണ്. എന്നിട്ട് അഭിസംബോധന നടത്തുന്ന, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, മൻ അസ്ജഉന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ധീരതയുള്ള ആള് ആരാണെന്ന് പറയാമോ? അതാ ജനങ്ങൾ ഒന്നാകെ പറയുന്നു, അന്ത യാ അമീറുൽ മുഅ്മിനീൻ, ഓ അലിയാർ തങ്ങളെ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ധീരശാലി. പക്ഷേ അലിയാർ തങ്ങൾ പറയുന്നു, അമാ ഇന്നി മാ ബാറസനി അഹദു ഇല്ല തസഫ്തു മിൻഹു, ഞാനുമായി ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ ഞാൻ അവനെ കഷ്ടമാക്കും, ശരി തന്നെ. പക്ഷേ
ടെന്റ് ഏർപ്പാട് ചെയ്യുകയാണ്. ഹബീബായ തങ്ങൾക്ക് വിശ്രമിക്കാനുള്ള ഒരു ടെന്റ് ഒരുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളെല്ലാവരും ചോദിക്കുന്നു, മയ്യഖൂലു മാ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ആരാണ് ഉണ്ടാവുക? എന്തിനു വേണ്ടിയാണ്? ലിഅല്ലാ യഹ്വിയ ഇലൈഹി അഹദുൻ മിനൽ മുശ്രികീൻ. അതേ മുശ്രിക്കുകളിൽപ്പെട്ട ഒരാളും തന്നെ ആ ഹബീബായ തങ്ങളുടെ സവിധത്തിലേക്ക് അടുക്കാൻ പാടില്ല. മുശ്രിക്കുകളിൽ നിന്ന് പ്രൊട്ടക്ഷനായിട്ട് തങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ തയ്യാറുള്ള ആൾ ആരാണുള്ളതെന്ന് ചോദിച്ചപ്പോ അതാ കൂട്ടത്തില് തങ്ങളല്ലാതെ ഹബീബായ തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഏറ്റെടുക്കാൻ ഒരാളും തയ്യാറായിട്ടില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പറഞ്ഞു വന്നത് അടിയാരി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ രൂപത്തിൽ ധൈര്യസമേതം ഹബീബായ തങ്ങൾക്ക് ബദറിന്റെ രണാങ്കളത്തില് പ്രൊട്ടക്ഷൻ എന്ന ആ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് ഏറ്റവും വലിയ ധീരൻ. നിങ്ങൾക്ക് കേൾക്കണോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് എന്തൊരു മഹബത്താണ് ഹബീബായ തങ്ങളോട്. അതാ ഗാദിറായിൽ പോയ സമയത്ത് അതാ ഹബീബായ പൊന്നുമുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മടിയിൽ കിടത്തി ഉറക്കുകയാണ്. പാമ്പ് അതാ കാലിൽ കുത്തുമ്പോ നമ്മളൊക്കെ പേടിച്ചു ഉറച്ചു പോകും. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാലനക്കുന്നില്ല. കടിച്ചത് വിഷമുള്ള പാമ്പാണ്. എന്താണ് കാലനക്കാതിരിക്കാനുള്ള കാരണം? ഹബീബായ തങ്ങളാണ് എന്റെ മടിയിലുള്ളത്. എന്റെ കാലെന്ന് അനക്കിയാൽ ഹബീബായ തങ്ങൾ ഉണർന്നു പോകും. ആ തങ്ങൾക്കൊരു വിഷമം വന്നുകൂടാ. ഹബീബായ തങ്ങൾക്കൊരു പ്രയാസം വന്നുകൂടാ. ഈ രൂപത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്തെന്നില്ലാത്ത മഹബത്താണ്. എന്റെ മുഅ്മിനീങ്ങളെ, ആ രൂപത്തിലൊന്നും നമുക്ക് സാധ്യമല്ല. എന്നാലും ഹബീബായ തങ്ങളോട് നല്ലൊരു മഹബത്ത് നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം കേട്ടോ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു, അറിയുമോ നിങ്ങൾക്ക് ഹുബൈബ് തങ്ങളെ? ഹുബൈബ് തങ്ങളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ്. തൂക്കിലേറ്റാൻ വേണ്ടി പോവുകയാണ്. അന്നാ ഹുബൈബ് തങ്ങളോട് ആളുകളൊക്കെ ചോദിക്കുകയാണ്, അതുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക, നിന്റെ സ്ഥാനത്ത് മുഹമ്മദാണെങ്കിൽ നീ ഇഷ്ടപ്പെടുമോ? ഹുബൈബ് തങ്ങൾ പറയുന്നു, ഇല്ലാ വല്ലാഹിൽ അലീം മാ ഉഹിബ്ബു യഹ്ദിയനി ബിശൗഖത്തിൻ യുശാഖുഹാ ഫീ ഖദമിഹി. തങ്ങളെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഇത് പറയുന്നത് ഹുബൈബ് തങ്ങളാണ്. പിന്നല്ലേ തങ്ങളെ ഞാൻ തൂക്കിലേറ്റാൻ കാരണക്കാരനാവുക. എന്തൊരു സ്നേഹമാണ്, വല്ലാത്തൊരു മഹബത്താണ്. ഇനി സയ്യിദ് ഇബ്നു തഫന്ന റളിയല്ലാഹു തആല അൻഹുവിനെ കേൾക്കണോ? സയ്യിദ് ഇബ്നു തഫന്ന റളിയല്ലാഹു തആല അൻഹുവിനെ തൂക്കിലേറ്റാൻ വേണ്ടി പോകുന്ന സമയത്ത് അബൂ സുഫിയാൻ ചോദിക്കുകയാണ്, അതുഹിബ്ബു
محمدا الآن عندنا مكانك تضرب നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ നിർത്തിയിട്ട് മുഹമ്മദിന്റെ കഴുത്ത് വെട്ടുന്നത് സെയ്ദ് ഇഷ്ടപ്പെടുന്നു. സെയ്ദ് പഠിപ്പിക്കുന്നു വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ അൽആൻ ഫീ മകാനി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ശൗഖത്തുൻ തുളീ. ഹബീബായ തങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല കേട്ടോ. മഹബത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാനും നിങ്ങളും തങ്ങളോടുള്ള മഹബത്തിൽ എത്രയാണ് സ്റ്റേജ്, ഏത് പദവിയിലാണുള്ളത്? നമ്മുടെ മഹബത്ത് മഹബത്താണോ? ഫുട്ബോൾ താരങ്ങളോടുള്ള മഹബത്ത് ഹബീബായ തങ്ങളോടുണ്ടോ? അല്ലെങ്കിൽ സിനിമാ നടന്മാരോടുള്ള മഹബത്ത് തങ്ങളോടുണ്ടോ? അല്ലെങ്കിൽ ലോകത്ത് നമ്മൾ മറ്റൊരാളോട് ഹബീബായ തങ്ങളോടുണ്ടോ എന്നൊരു വേള നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. റഹ്മാനായ അല്ലാഹ്, ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളുടെ ഖൽബിൽ നീക്കിത്തരണേ അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരൊറ്റ ഹദീസ്. എന്താണ് ഹദീസ്? മൻ അഹബ്ബ അൻ യുഹിബ്ബഹുല്ലാഹു റസൂലുഹു, ആരെങ്കിലും അല്ലാഹു തആലയും അവന്റെ ഹബീബായ തങ്ങളും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ ഫൽയസ്തുഖിൽ ഹദീസ, അവൻ സത്യസംസാരം നടത്തണം, സത്യസന്ധമായ രൂപത്തിൽ സംസാരിക്കണം. അവൻ എഴുതുകയാണെങ്കിലും സത്യമല്ലാത്തതൊന്നും എഴുതാൻ പാടില്ല. ഇനി സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിലും സത്യസന്ധമല്ലാത്ത സ്റ്റാറ്റസ് വെച്ചുകൂടാ. ഞാൻ അയക്കുന്ന ഒരു കാര്യം അത് സത്യസന്ധമാണോ എന്ന് നാം അന്വേഷിക്കേണ്ടതുണ്ട്. സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ സ്റ്റാറ്റസ് വെക്കേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യേണ്ടതുള്ളൂ. അല്ലെങ്കിൽ നാം സ്റ്റാറ്റസ് വെക്കുന്നത് സത്യസന്ധമായി സംസാരിക്കുന്ന ആളുടെ സംസാരമാണ്. എന്നാൽ കുഴപ്പമില്ല, പറഞ്ഞു വന്നത് സത്യസന്ധമായ രൂപത്തിലുള്ള സംസാരവും സത്യസന്ധമായ രൂപത്തിലുള്ള എഴുത്തും എല്ലാ നിലക്കും എല്ലാ സമയത്തും നാം കൂടെ കൊണ്ട് നടക്കണം. കാരണം ഹബീബായ തങ്ങളോട് മഹബത്ത് വേണമെങ്കിൽ സത്യസന്ധമായ സംസാരം നമുക്ക് വേണം. നമ്മൾ അറിയാതെ എത്രയാണ് കളവുകൾ പറയുന്നത്. ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകാത്തതിന്റെ പേരിൽ കളവ് പറയും, മദ്രസയിൽ പോകാത്തതിന്റെ പേരിൽ കളവ് പറയും. പക്ഷേ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ പാടില്ല. ചെറിയ കുട്ടികളോടാണെങ്കിലും കളവ് പറയരുത്. കഴിയുന്ന സമയത്ത് ചോക്ലേറ്റ് കൊണ്ടുതരാം, അല്ലെങ്കിൽ മിഠായി വാങ്ങിച്ചു തരാം, എന്തുപോലും നമ്മുടെ കുട്ടികളോട് കളവായിട്ട് പറയാൻ പാടില്ല. അവരോട് എന്താണോ നമ്മൾ വാഗ്ദത്തം ഏറ്റെടുക്കുന്നത് അത് നിറവേറ്റി കൊടുക്കണം. കാരണം കുട്ടികൾ കണ്ടുപഠിക്കുകയാണ്. ഉപ്പ ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല, അതാണ് കള്ളത്തരം എന്ന് കുട്ടികൾ പിന്നെ മനസ്സിലാക്കുകയാണ്. കുട്ടികൾ ആ രൂപത്തിൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ കാണിക്കുകയാണ്. അതുകൊണ്ട് സത്യസന്ധമായ സംസാരം നമ്മുടെ ജീവിതത്തിൽ വേണം. രണ്ടാമതായി പഠിപ്പിക്കുന്നു വിശ്വസ്തത വേണം. ആരെങ്കിലും വിശ്വസ്തതയോടുകൂടെ ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ നമുക്ക് പൂർണ്ണമായ ഉത്തരവാദിത്വബോധം വേണം. വിശ്വാസം അർപ്പിച്ചു കൊണ്ടാണല്ലോ നമ്മൾ ഓരോരുത്തരെയും ഓരോ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. അത് ആ വിശ്വാസത്തിൽ തന്നെ കൂടെ കൊണ്ട് നടക്കണം.
നഷ്ടപ്പെട്ടു പോയോ? ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ? വിശ്വസ്തത നഷ്ടപ്പെട്ടോ? ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചോ? നിങ്ങൾ തന്നെ സ്വന്തം ചിന്തിച്ചു നോക്കുക. സ്വന്തം കൂടപ്പിറപ്പിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകം, സ്വന്തം മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു ലോകം. പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകൾ എടുത്ത് പരിശോധിച്ചാൽ എത്ര സംഭവങ്ങളാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ വിശ്വസ്തത നാം മുറുകെ പിടിക്കണം. മൂന്നാമതായി പഠിപ്പിക്കുന്നു, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇസ്ലാം അയൽവാസിക്ക് വലിയ പ്രാമുഖ്യമാണ് കൊടുക്കുന്നത്. എത്രത്തോളം അറിയുമോ? 40 വീട് മുമ്പില്, 40 വീട് ബാക്കില്, 40 വീട് വലത് ഭാഗത്ത്, 40 വീട് ഇടത് ഭാഗത്ത്, ഇങ്ങനെ വിശാലമായ അയൽപക്ക ബന്ധം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അയൽവാസികളോട് നാം ഒരു നിലക്കും മോശമായി പെരുമാറിക്കൂടാ. അയൽവാസിയെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കാണണം. അയൽവാസിയോട് ഒരുപാട് ഹക്കുകളുണ്ട്. ആ ഹക്കുകളൊക്കെ നമ്മൾ നിറവേറ്റണം. അയൽവാസിയോട് വെറുപ്പ് കാണിക്കരുത്. നമ്മുടെ വേസ്റ്റുകൾ കൊണ്ടുപോയിട്ട് അയൽവാസിയുടെ സമ്മതമില്ലാതെ അവന്റെ സ്ഥലത്തിടാൻ പാടില്ല. നമ്മുടെ വേസ്റ്റുകൾ അയൽവാസിയിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. നമ്മുടെ വീടുകളിൽ എന്ത് പ്രോഗ്രാമുകൾ നടത്തുന്നവോ അത് അയൽവാസിക്ക് ഡിസ്റ്റർബ് ആകാൻ പാടുള്ളതല്ല. അയൽവാസിക്ക് ബുദ്ധിമുട്ടായിക്കൂടെ. അയൽവാസി മുസ്ലിമാണെങ്കിലും ആ അയൽവാസിയോട് ബന്ധം വേണം കേട്ടോ. അങ്ങനെ സത്യസന്ധത ജീവിതത്തിൽ കൈമുതലാക്കി, വിശ്വസ്തത കൈമുതലാക്കി, അയൽവാസികളോട് നല്ല നിലക്ക് പെരുമാറിയ ഹബീബായ തങ്ങളോട് മഹബത്തുണ്ടാവുമെന്നാണ് തങ്ങൾ പഠിപ്പിച്ചത്. ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങളെ ഖൽബിൽ ഏറ്റി തരണേ